അപ്പോൾ നമ്മുടെ വെനസ്ഡേ ക്ലാസ്സിലേക്ക് കടക്കാൻ പോവുകയാണ്. വെനസ്ഡേ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡെയിലി കമ്മ്യൂണിക്കേഷനിൽ വേണ്ട സെൻറ്റൻസുകളുടെയൊക്കെ സ്ട്രക്ചർ പഠിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളുടെ സെൻറ്റൻസ് എന്ന് പറയുന്നത് ശീലമാകും എന്നാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എല്ലാവരോടും പറയില്ലേ, നിനക്കതൊക്കെ ശീലമാകും, പഠിപ്പിക്കലൊക്കെ നിനക്ക് ശീലമാകും, പഠിക്കലൊക്കെ ശീലമാകും, നിനക്ക് ആ ജോലി ചെയ്യുന്നതൊക്കെ ശീലമാകും, മരുന്ന് കഴിക്കുന്നതൊക്കെ നിനക്ക് ശീലമാകും എന്ന് നമ്മൾ ശീലമാകും എന്ന് പറയാറുണ്ടല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചർ എന്താണ് എന്നാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വിൽ ബി യൂസ്ഡ് ടു ആണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. ഓക്കെ, ശീലങ്ങൾ പറയാനായിട്ട് നമുക്ക് യൂസ്ഡ് ടു എന്ന് ചേർക്കാം. ശീലമാകും, ഭാവിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ വിൽ ബി ചേർക്കുന്നത്. ഇതിൻ്റെ ലോജിക്ക് ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ പെട്ടെന്നൊരു കാര്യം നമുക്ക് ശീലമാകും എന്ന് പറയുമ്പോൾ ഓടി നമ്മളുടെ ഉള്ളിലേക്ക് വരും വിൽ ബി യൂസ്ഡ് ടു എന്നാണ് കേട്ടോ. സോ വിൽ ബി യൂസ്ഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശീലങ്ങൾ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. സോ വിൽ ബി യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ ശീലമാകും, ഭാവി ആയതുകൊണ്ട് വിൽ ബി ചേർക്കുന്നു. ഇവിടെ ഈ ബി എന്നുള്ളത് ഉള്ളത് കൊണ്ട് നമ്മളിവിടെ വേർബിൻ്റെ കൂടെ ING ഫോം ഇടണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ പഠിപ്പിക്കലൊക്കെ നിനക്ക് ശീലമാകും. എങ്ങനെയാ പറയാ? പഠിപ്പിക്കലൊക്കെ നിനക്ക് ശീലമാകും. നിനക്ക്, യു. അതിനുശേഷം വിൽ ബി യൂസ്ഡ് ടു, യു വിൽ ബി യൂസ്ഡ് ടു. പഠിപ്പിക്കൽ വേർബ്. ഓക്കെ, അടുത്ത വേർബാണ്. പഠിപ്പിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താ? ടീച്ച് എന്നാണ്. അതിന് ING ഇട്ട് കൊടുക്കുക. യു വിൽ ബി യൂസ്ഡ് ടു ടീച്ചിങ്. പഠിപ്പിക്കലൊക്കെ നിനക്ക് ശീലമാകും. അത് ചെയ്യലൊക്കെ നിനക്ക് ശീലമാകും. യു, നിനക്ക്. അതിനുശേഷം വിൽ ബി യൂസ്ഡ് ടു. അതിനുശേഷം ചെയ്യലൊക്കെ എന്നാണ് പറയുന്നത്. ചെയ്യുക എന്നതിൻ്റെ ഇംഗ്ലീഷ് ഡു ആണ്. അതിന് ING ഇടുക കേട്ടോ. യു വിൽ ബി യൂസ്ഡ് ടു ഡൂയിങ് ദാറ്റ് എന്നും കൂടെ ആഡ് ചെയ്തു. അത് ചെയ്യലൊക്കെ നിനക്ക് ശീലമാകും. ഓക്കെ, അതുപോലെ അവനെ വിളിക്കൽ നിനക്ക് ശീലമാകും. എങ്ങനെ പറയും? അവനെ വിളിക്കൽ നിനക്ക് ശീലമാകും. യു വിൽ ബി യൂസ്ഡ് ടു ആദ്യം എഴുതുന്നു. അതിനുശേഷം വിളിക്കലൊക്കെ. വിളിക്കൽ എന്ന് പറയുമ്പോൾ വിളിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് കോൾ എന്നാണ്. അതിന് ING ഇട്ട് കൊടുക്കുക, കോളിങ്. അവനെ എന്ന് ആഡ് ചെയ്യാനായിട്ട് ഹിം എന്ന് ആഡ് ചെയ്യുക. സോ യു വിൽ ബി യൂസ്ഡ് ടു കോളിങ് ഹിം. അവനെ വിളിക്കൽ നിനക്ക് ശീലമാകും. ഇനി നിൻ്റെ അടുത്ത് മാത്രമല്ല കേട്ടോ, വേറെ ആൾക്കാരോടും നമുക്ക് ഇതുപോലെ പറയാം. അവൻ, അവൾ, എല്ലാവരോടും പറയാം. അപ്പോൾ അവന് മെഡിസിൻ കഴിക്കലൊക്കെ ശീലമാകും. എങ്ങനെ പറയും? ടാബ്ലറ്റ്സ് കഴിക്കുന്നത് അവന് ശീലമാകും, ശീലമായിക്കോളും എന്നെങ്ങനെ പറയാ? ഹി, അവൻ. അതിനുശേഷം വിൽ ബി യൂസ്ഡ് ടു, ഹി വിൽ ബി യൂസ്ഡ് ടു. മെഡിസിൻ കഴിക്കുക എന്നതിന് ടേക്ക് എന്നാ പറയാം കേട്ടോ. മെഡിസിൻ കഴിക്കുക എന്നതിന് ഹാവ് മെഡിസിൻ അല്ലെങ്കിൽ ഹാവ് ടാബ്ലറ്റ് എന്നല്ല പറയാ, ടേക്ക് ടാബ്ലറ്റ് എന്നാ പറയാ കേട്ടോ. സോ യൂസ് ടു ടേക്കിംഗ്, ING ഇടുക. ടേക്കിംഗ് മെഡിസിൻ. മെഡിസിൻ കഴിക്കൽ നിനക്ക് ശീലമാകും. എക്സസൈസ് ചെയ്യൽ അവൾക്ക് ശീലമാകും. എങ്ങനെ പറയാ? അവൾക്ക്, ഷീ. അതിനുശേഷം വിൽ ബി യൂസ്ഡ് ടു. എക്സസൈസ് ചെയ്യുക എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഡു എക്സസൈസ് എന്നാണല്ലേ. സോ ഡൂയിങ് എക്സസൈസ്. എക്സസൈസ് ചെയ്യൽ അവൾക്ക് ശീലമാകും. ഷീ വിൽ ബി യൂസ്ഡ് ടു ഡൂയിങ് എക്സസൈസ്. അതുപോലെ വേറെ എന്താണ് ഇംഗ്ലീഷ് സംസാരിക്കൽ നിനക്ക് ശീലമാകും അല്ലെങ്കിൽ ശീലമായിക്കോളും എന്ന് മലയാളത്തിൽ പറയില്ലേ, അതൊക്കെ നിനക്ക് ശീലമായിക്കോളും, കുഴപ്പമൊന്നുമില്ല. ഇംഗ്ലീഷ് സംസാരിക്കലൊക്കെ നിനക്ക് ശീലമായിക്കോളും എന്ന് പറയല്ലോ, അതുതന്നെയാണ്. അപ്പം ഇങ്ങനെ പറയാം, യു വിൽ ബി യൂസ്ഡ് ടു. നിനക്ക്, യു വിൽ ബി യൂസ്ഡ് ടു. സംസാരിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് സ്പീക്ക് എന്നാണ്. അതിന് ING ഇടുക. സ്പീക്കിംഗ് എന്താണ്? ഇംഗ്ലീഷാണ് അല്ലേ. സോ വിൽ ബി യൂസ്ഡ് ടു സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് സംസാരിക്കൽ നിനക്ക് ശീലമായിക്കോളും അല്ലെങ്കിൽ ശീലമാകും. ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നോട്ട് ചെയ്യുക. ശീലമാകും അല്ലെങ്കിൽ ശീലമായിക്കോളും എന്ന് പറയുന്ന മലയാളത്തിൽ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഈ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ ബി യൂസ്ഡ് ടു പ്ലസ് വെർബിൻ്റെ കൂടെ ING. ഇങ്ങനെയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിളായിട്ട് പഠിക്കുക. നിനക്ക് ശീലമാകും പഠിപ്പിക്കൽ, യു വിൽ ബി യൂസ്ഡ് ടു ടീച്ചിങ്. നിനക്ക് ഉറങ്ങൽ ശീലമാകും, യു വിൽ ബി യൂസ്ഡ് ടു സ്ലീപ്പിംഗ്. നിനക്ക് അത് ചെയ്യൽ ശീലമാകും, യു വിൽ ബി യൂസ്ഡ് ടു ഡൂയിങ് ദാറ്റ്.
നിനക്കവിടെ പോകൽ ശീലമാകും, യു വിൽ ബി യൂസ് ടു ഗോയിങ് ദർ. നിനക്കിവിടെ വരൽ ശീലമാകും, യു വിൽ ബി യൂസ് ടു കമ്മിങ് ഹിയർ. ഇങ്ങനെ എന്ത് പ്രവൃത്തിയും അതുപോലെ ആഡ് ചെയ്യുക. നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരാളോട് ശീലമാകും എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വിൽ ബി യൂസ് ടു ആണ് കേട്ടോ. നോട്ട് ചെയ്യുക, യു വിൽ ബി യൂസ് ടു. യു വിൽ ബി യൂസ് ടു വാച്ചിങ് ദസ്. ഇത് കാണലൊക്കെ നിനക്ക് ശീലമാകും. ക്ലിയർ ആണല്ലോ? സോ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. English Bus. Learning Simplified.